എല്ലാവർക്കും ആദിസ് വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് അച്ചാറാണ്. ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗൾ ക്യാരറ്റാണ് നമ്മളിവിടെ അച്ചാറിടാൻ വേണ്ടി എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 2.5 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, ഒരു 3 പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കായപ്പൊടി ആവശ്യത്തിന്, ഉലുവപ്പൊടി വറുത്ത് പൊടിച്ചത് 1 സ്പൂൺ ഇവിടെ എടുത്തിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ചേർത്താൽ മതി. വിനാഗിരി അതും ആവശ്യത്തിന് ചേർത്താൽ മതി. പിന്നെ നല്ലെണ്ണ ആണ് അച്ചാറിന് ഏറ്റവും നല്ലത്, ഒരുപാട് നാള് കേടാവാതിരിക്കും. അപ്പോൾ ഇവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് എടുത്തേക്കുവാണ്. ഇത് തലേ ദിവസമേ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചേക്കുന്ന ക്യാരറ്റാണ്. പിന്നെ ക്യാരറ്റ് അരിയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാരറ്റിന്റെ പുറഭാഗം ചെത്തി നല്ല കഴുകിയതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം മാത്രം അരിയുക, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അച്ചാർ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണിത്. ഇത് വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞു വേണമെങ്കിലും ഇടാം. ഇപ്പം ഞാനിവിടെ നല്ല ചതച്ചെടുത്തേക്കുവാണ്, പേസ്റ്റാക്കിയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓണാക്കാം. അതിനുശേഷം കുറച്ച് എണ്ണ മാത്രം ആദ്യം ഒഴിക്കുക. ഇവിടെ എടുത്തു വെച്ചേക്കുന്ന ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അത്ര എണ്ണ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റ് നല്ല വെന്ത് പോവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി. ഉപ്പിടേണ്ട ആവശ്യമില്ല, ഉപ്പ് നമ്മൾ തലേ ദിവസമേ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇതാ ഇവിടെ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ആ ബൗളിലേക്ക് തന്നെ മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് ആ ചീനച്ചട്ടി തന്നെ നമ്മൾ വീണ്ടും അടുപ്പത്തേക്ക് വെച്ച് ബാക്കി എണ്ണയും കൂടെ അതിലേക്ക് ഒഴിക്കുക. കുറച്ച് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മളിവിടെ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറി കിട്ടണം, അതുവരെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച മണം ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ഇത്തിരി ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നല്ല രീതിയിൽ മൂത്ത് നല്ല ഡ്രൈ ആയി വരും. ആ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 2.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടി അവരവരുടെ എരിക്കനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അത് നല്ല രീതിയിലൊന്ന് കരിയാതെ നല്ല രീതിയിലൊന്ന് വഴറ്റിയതിന് ശേഷം കായപ്പൊടി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ചിലർക്ക് കായപ്പൊടി നല്ല ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ അച്ചാറാകുമ്പോൾ എരിയും കായവും എണ്ണയും എല്ലാം മുന്നിട്ട് നിൽക്കണം. അത് നല്ല രീതിയിൽ വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ ഇത്തിരി കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി വിനാഗിരി ചേർക്കാം. വിനാഗിരി നമ്മുടെ പുളിപ്പിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. അതിനൊരു പ്രത്യേകിച്ചൊരു അളവ് പറയാൻ പറ്റത്തില്ല. അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇപ്പോൾ ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പച്ച മണം മൊത്തത്തിലൊന്ന് ഡ്രൈ ആയി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. ആദ്യമേ ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇടാം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ അരപ്പിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ അരപ്പിവിടെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അതിനുശേഷം നല്ല രീതിയിൽ ഈ ഒരു അരപ്പ് നല്ല രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഈ അരപ്പിലേക്ക് ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രമേ വേറൊരു കുപ്പിയിലേക്ക് എന്തെങ്കിലും മാറ്റി വയ്ക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് ഇല്ലാതായി പോകും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ക്യാരറ്റ് അച്ചാർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയ വെറൈറ്റി വീഡിയോസുമായി വീണ്ടും കാണാം. ആദിസ് വേൾഡ്.